ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി കാര്യങ്ങളെല്ലാം ഇവിടെ പറയുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ചന്ദ്ര പറയുകയാണ്, ഇല്ല ഈ കാര്യത്തിൽ ക്ഷമിക്കുന്ന ഒരു പ്രശ്നവുമില്ല, ഇവളുടെ കുടുംബക്കാരാണ് ഇത് മുഴുവനും ചെയ്തത്. അപ്പോൾ രവിയും പറയാണ്, അതെ തെറ്റ് ചെയ്തത് രേവതിയുടെ അനിയൻ തന്നെയാണ്, അപ്പോൾ ശിക്ഷിക്കപ്പെടണം എന്ന രീതിയിൽ തന്നെ രവി അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ രേവതിയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ കൈകൂപ്പി പിടിച്ച് തന്നെ പറയുകയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കുടുംബത്തോട് ക്ഷമിക്കണം, വലിയൊരു തെറ്റ് തന്നെയാണ് എൻ്റെ അനിയൻ ചെയ്തു പോയത്, അതിനെല്ലാവരോടും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ രേവതി പറയണം. അപ്പോൾ രേവതിയുടെ മാപ്പ് പറച്ചിലൊക്കെ വല്ലാതൊരു പുച്ഛമായിട്ടാണ് ചന്ദ്രയ്ക്ക് തോന്നിയത്. അപ്പോൾ ചന്ദ്ര പറയണം, പിന്നെ ക്ഷമിക്കാൻ പോകുന്നു, നിൻ്റെ കള്ളക്കണ്ണീര് മതിയല്ലോ, അതെല്ലാം ഇവിടെ ചിലവാകില്ല, നിൻ്റെ അനിയൻ ശിക്ഷിക്കപ്പെടും, ഇനി മേലാൽ ഇവിടെ നീ നിന്നു പോരുത്, ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം നീ ഇപ്പം തന്നെ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ വിടുന്ന മട്ടില്ല. അപ്പം സച്ചി, ഇല്ല രേവതി ഇവിടെ നിന്ന് ഇറങ്ങില്ല, എൻ്റെ ഭാര്യയാണ് ഇവള്, ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ അവളും താമസിക്കും, അതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയാം. ഇത് കിട്ടിഞ്ഞപ്പോഴേക്കും, ഇറങ്ങടാ, ഇതെൻ്റെ വീടാണ്, രണ്ടുപേരും ഇറങ്ങി ഇവിടുന്ന്, ഇവൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഭയങ്കര വാശിയാ. ആ സമയത്താണ് പോലീസ് ജീപ്പ് വരുന്നു. അപ്പോൾ പോലീസുകാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കും അതേപോലെ തന്നെ സച്ചിക്കും കുറച്ചൊരു പേടിയൊക്കെ തോന്നിക്കണം, വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പോലീസുകാർ നേരെ വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് കഴിഞ്ഞപ്പോഴേക്കും ഇത് ചന്ദ്രമതിയുടെ വീടല്ലേ എന്നും ചോദിച്ചുകൊണ്ട്, അപ്പം ചന്ദ്രമതി ഓടി വന്നിട്ട്, അതെ സാർ, ഇത് എൻ്റെ വീട് തന്നെയാണ് സാർ, എന്താ സാർ കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല ഇത് നിങ്ങളല്ലേ, നിങ്ങൾ ഭാര്യ വീട്ടിൽ നിന്നേച്ചല്ലേ, നിങ്ങളെന്താ ഇവിടെ? സാർ ഇവിടെയാണ് സാർ ഞാൻ താമസിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ സുധി ഓടി വന്നിട്ട് പറയാണ്, അതെ കേസ് എടുക്കണില്ലേ, ഇവരുടെ അനിയനാണ് എൻ്റെ അമ്മയുടെ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയത്, എന്നിട്ടെന്താ നിങ്ങൾ കേസ് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കേസ് എടുക്കണോ? അല്ല, ഇയാളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുടുംബത്തിൽ ഇത് പ്രശ്നമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, ഞങ്ങളത് പറഞ്ഞു തീർത്തോളാം എന്നൊക്കെയാണല്ലോ ഈ സച്ചി പറഞ്ഞത് എന്ന് പോലീസുകാർ പറയാം. അപ്പോഴേക്ക് സുധി, പറഞ്ഞു തീർക്കാന്നോ, പരാതി ഇല്ലെന്നോ, ആര് പറഞ്ഞു? ഇവൻ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്? അമ്മേ പറഞ്ഞത് കേട്ടില്ലേ, പരാതിയില്ല പോലും, പരാതിയില്ലാന്ന്. ഇവിടെ രേവതി പേടിച്ച് നിൽക്കുക. അപ്പോഴേക്കും ചന്ദ്ര, ആര് പറഞ്ഞു പരാതിയില്ലെന്ന്? എനിക്ക് പരാതിയുണ്ട് സാറേ, എൻ്റെ പണമാണ് ഇവളുടെ അനിയൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്, പട്ടാ പകൽ എൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ എനിക്ക് പരാതിയില്ലെന്നോ? പരാതിയുണ്ട് സാറേ, അവനെ ശിക്ഷിക്കണം, അവനെ ജയിലിലടക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി കിടന്ന് കരയാണ്. അപ്പോഴേക്കും ഈ സച്ചി പറയാണ്, പരാതി കൊടുക്കരുത് അമ്മേ, പരാതി കൊടുക്കരുതെന്നാണ് പറഞ്ഞത്, നീ പോടാ, ഞാൻ പരാതി കൊടുക്കും. സാറേ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞേക്കാം സാറേ, എൻ്റെ പണം മാത്രം മോഷ്ടിച്ചുകൊണ്ട് പോയല്ല, എന്നെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇവനെ ആദ്യത്തെ സംഭവമല്ല ഇവൻ കക്കണത്, ഇവൻ നേരത്തെ ഈ വീട്ടിൽ നിന്നൊരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ പല പല കള്ളങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഇവൻ ചെയ്തിട്ടുണ്ട് സാറേ. ഇവനെ പോലൊരു വ്യക്തിയെന്നും സമൂഹത്തിൽ ജീവിക്കാനായിട്ട് അനുവദിക്കരുത് സാറേ, വീണ്ടും വലിയ കള്ളനായിട്ട് മാറുക തന്നെ ചെയ്യും, അതുകൊണ്ട് ഇവനെയൊന്നും വെറുതെ വിടരുത് സാറേ എന്ന് പോലീസുകാരോട് പറയാം. അപ്പോഴേക്കും ദൈവമേ, എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നതെന്നൊക്കെ രേവതിക്ക് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ സാറേ വേറൊരു കാര്യം കൂടെ ഉണ്ട് സാറേ, എൻ്റെ പൊന്നു സാറേ, ഈ പണത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടേ ഞാൻ ഇവരുടെ വീട്ടിൽ പോയായിരുന്നു, ഇവളുടെ അമ്മയും ഇവളും കൂടി ചേർന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിട്ട് ഇനി മേലെ ഇങ്ങോട്ട് കയറിപ്പോരെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആട്ടിയിറക്കുകയും തല്ലുമൊക്കെ ചെയ്തു സാറേ എന്ന് ചന്ദ്ര കള്ളത്തരമൊക്കെ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതിയാണെങ്കിൽ, അയ്യോ ഇല്ല സാറേ, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല സാറേ, ഈ അമ്മ കള്ളത്തരം പറഞ്ഞു, ഞാനാണോ ഈ കള്ളത്തരം പറയുന്നത്? നീ ആ കള്ളത്തരം മുഴുവനും പറഞ്ഞു വിടുന്നത്, നിൻ്റെ അനിയനെ വേണ്ടി നീ സപ്പോർട്ട് ചെയ്യുകയല്ലേ, നിൻ്റെ അനിയൻ ഇത്രയും വലിയൊരു കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് അവൾ അനിയനെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു, അതൊന്നും ഇവിടെ ചിലവാകില്ല, സാറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാറ് പറയണത് എന്താണ് സച്ചി, എന്താ മനസ്സിലാവുന്നില്ലല്ലോ, നിങ്ങളല്ലേ പരാതിയില്ലെന്ന് പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെ അമ്മ തന്നെ പറയുന്നു പരാതി ഉണ്ടെന്ന്, അവരുടെ പണമല്ലേ മോഷ്ടിച്ചുകൊണ്ട് പോയത്, അപ്പോൾ അവർക്ക് പരാതി ഉണ്ടെന്നാണ് പറഞ്ഞത്. സാറേ അങ്ങനെ പരാതി ഇല്ല സാറേ, ഒരു നിമിഷം സാറേ, ഞാൻ ഒന്ന് പോയി സംസാരിക്കട്ടെ സാറേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ
ഈ രവിയുടെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയണം, അച്ഛാന് ക്ഷമിക്കണം അച്ഛാ, അവനറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയതാണ് അച്ഛാ, ഇത് പരാതിപ്പെടരുത് അച്ഛാ, അമ്മയോടൊന്ന് പറ, പരാതി പിൻവലിക്കാനായിട്ട് പറ, ഒരു പരാതിയില്ലെന്ന് പറ അച്ഛാ എന്ന് പറയാണ്. പക്ഷേ രവി അവിടെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അതിനുശേഷം രവി പറയണം, മോളെ ഞാൻ എന്ത് പറയാനാണ്, നിന്റെ അനിയൻ തെറ്റ് ചെയ്താണ്, ആ തെറ്റല്ല എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും പറയാനില്ല മോളെ എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി തന്നെ പറയാ. ഇത് കേട്ട് രേവതിക്ക് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയണ, സാറ് പരാതി എഴുതിക്കൊണ്ട് വാ സാറേ, ഞാൻ ഏതായാലും അതിൽ സൈൻ ചെയ്തോളാം സാറേ, എനിക്ക് പരാതിയുണ്ട്, സാർ ഏതായാലും എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ് പോലീസുകാരോട് എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ സച്ചിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമുള്ളതൊരവസ്ഥ. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, ആടാ ഞാൻ പരാതി എഴുതി കൊടുക്കും, നിനക്ക് അത്രയൊക്കെ വിലസാമെന്ന് വിചാരിച്ചോ, അയ്യോടാ ഒരു പരാതി ഉള്ളതെന്ന് പോലും. അപ്പോഴേക്കും സച്ചി പറയണോ, ഹോ എൻ്റെ പൊന്നമ്മേ, ഇവിടെ ആരും തെറ്റ് ചെയ്യാത്തവരായിരിക്കണം ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ, ഇപ്പം ഞങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെല്ലാവരും കൈവിട്ടല്ലേ. അങ്ങനെ അതേടാ കൈവിട്ടു, ഏതായാലും ഇവളുടെ അനിയന് ശിക്ഷ കിട്ടണം, പല കാര്യങ്ങളും അല്ലേ ചെയ്തു കൂട്ടിയിരിക്കുന്നത്, എത്ര പറഞ്ഞാലും അവനത് ശരിയാവില്ല എന്ന രീതിയിൽ പറയാം. അപ്പോൾ വർഷയാണെങ്കിൽ, രേവതി ചേച്ചി എന്തിനാണ് അനിയന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, ശരത്ത് അവിടെ തെറ്റ് ചെയ്തു, അവൻ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം, എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അപ്പോഴേക്കും രേവതിയാണെങ്കിൽ എല്ലാവരോടും പറയണം, ഒന്ന് പറയാന്നേ അമ്മയോട് കേസ് പിൻവലിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി, ഒന്ന് പറ ശ്രുതി, നീ പറഞ്ഞ കേൾക്കും ശ്രുതി, ഒന്ന് പറ ശ്രുതി. അയ്യോ ഞാനെന്തോ പറയാനാണ് രേവതി, എനിക്ക് പറയാനൊന്നും പറ്റില്ല, കാരണം ഈ കാര്യത്തിൽ ആൻറ്റിയുടെ ഭാഗത്തിൽ ന്യായമുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ. അവൻ ആൻറ്റിയുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൻ ഏതായാലും അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും അവൻ്റെ സ്വഭാവം ശരിയാവും, അതുവരെ അവൻ ജയിലിൽ കിടക്കട്ടെ, എന്നാലേ അവൻ്റെ സ്വഭാവം ശരിയാവുള്ളെന്ന് ശ്രുതിയും പറയാം. അങ്ങനെ ഇയാളാണെങ്കിൽ, അതെ ഞങ്ങൾ പരാതി എഴുതി കഴിഞ്ഞേ, ഇനി നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതിൽ സൈൻ ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ സച്ചി പേടിച്ചു പോയി. സാറേ ഒരു മിനിറ്റ് സാറേ, സൈൻ ചെയ്യിപ്പിക്കില്ലേ സാറേ, അച്ഛൻ ഞാൻ പറയണമെന്ന് കേക്കച്ചാ, അച്ഛനറിയാലോ അച്ഛാ, ഞാനൊരാൾക്കും വേണ്ടി ഒരു തെറ്റിനും കൂട്ടു നിൽക്കാത്ത ഒരാളാണെന്ന്, പക്ഷേ ശരത്ത് ചെറിയ പയ്യനല്ലേ അച്ഛാ, അവൻ അറിയാതെ എങ്ങനെ സംഭവിച്ചത്, പണമൊക്കെ നമ്മുടെ കയ്യിൽ തിരികെ തന്നല്ലോ അച്ഛാ, ഈ കേസ് ഒന്ന് പിൻവലിക്കാനായിട്ട് പറ അച്ഛാ, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കും അച്ഛാ, അതുകൊണ്ട് ഈ സച്ചിയുടെ വാക്ക് ഒന്ന് കേൾക്കച്ചാ, ഒന്ന് പറ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് കരഞ്ഞ് ഈ സച്ചി പറയാ. പക്ഷേ നമ്മുടെ രവി അവിടെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷെ എന്താണ് അച്ഛാ, ഒന്ന് പറ അച്ഛാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സച്ചി, എനിക്കിതിലൊന്നും പറയാനില്ല സച്ചി, പരാതി തന്നെയാണ്, ഇതിലെനിക്ക് ശരത്തിനെ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല അച്ഛൻ ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല അച്ഛാ, പക്ഷേ അവൻ്റെ ജീവിതം എന്താകും, അവൻ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ഏത് രീതിയിലാവുമെന്ന് അച്ഛന് നന്നായിട്ട് അറിയാലോ അച്ഛാ. ഇപ്പോഴൊക്കെ രവി പറയാണ്, എനിക്ക് അമ്മയോട് അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല, ചന്ദ്ര പരാതി ഉണ്ടെങ്കിൽ ചന്ദ്ര പരാതി കൊടുക്കട്ടെ, എനിക്ക് ഏതായാലും ശരത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ രവി പറയുക. അപ്പോൾ രവിയുടെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കും വളരെയേറെ ആശ്വാസം തോന്നുകയാണ്. ചന്ദ്രയാണെങ്കിൽ നേരെ ഞാൻ സൈൻ ചെയ്ത് തരാം സാർ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പരാതി ഇതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ചന്ദ്ര സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ശരത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് ഇവർക്ക് മനസ്സിലായി. രേവതിയും സച്ചിയുമാകെ തകർന്നു പോയൊരവസ്ഥ നിൽക്കുക. അപ്പോൾ പോലീസുകാർ പറയുകയാണ്, സച്ചി ഏതായാലും ശരത്ത് എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ അവനെ ഞങ്ങൾ പൊക്കും, ഇനി നിങ്ങളുടെ അമ്മ വരെയും പരാതി തന്നിരിക്കുകയാണ്, അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും സാർ, അവനൊരു കൊച്ചു പയ്യനെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്ത് തന്നെയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും, എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ അവനെ പൊക്കും എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ പോവുകയാണ്. പോലീസുകാർ പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ സച്ചിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു കുഞ്ഞു മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സമാധാനം ആയല്ലോ, കുടുംബക്കാരൊന്നിച്ചപ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലേ, ഇപ്പം ഞാനും രേവതിയും പുറത്ത്, ഞങ്ങളുടെ വാക്ക് പോലും കേട്ടില്ല, ഞങ്ങളപ്പം നിങ്ങളുടെ കുടുംബക്കാരായിട്ട് കണ്ടിട്ട് പോലുമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം, മനസ്സിലായി, എല്ലാവരും എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അതേടാ മനസ്സിലായല്ലോ നിനക്ക്, പിന്നെ നീ എന്തിനാടാ പിടിച്ചു നിൽക്കുന്നത്, ഇനി എനിക്ക് ഒരു പക്ഷഭേദവും ഇല്ലെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും കൂടി കിടന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയാ, രേവതി ഇവരുടെയൊക്കെ സ്വഭാവം ശരിക്കും മനസ്സിലായല്ലോ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, പിന്നെ ഒരു പരാതി എഴുതി കൊടുത്തെന്ന് വിചാരിച്ച അപ്പം തന്നെ ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകില്ലല്ലോ, ന്യായം എന്ന് പറഞ്ഞൊന്നുമില്ലേ, അതേടാ ന്യായം എന്ന് പറഞ്ഞ ഒന്നുണ്ട്, എടാ എനിക്ക് ഇത് കിട്ടണം, നീതി കിട്ടണം, എൻ്റെ പണമാണ് അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്,
അത് തിരിച്ചു തന്നെങ്കിലും പക്ഷേ അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറയാ. രേവതി നീ ഇതൊന്നും കേട്ട് നിൽക്കണം, നീ പോയി അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി പോകാനായിട്ട് ഒരുങ്ങാം. പക്ഷേ രേവതി അവിടെ പിടിച്ചു നിർത്തുകയാണ്. ചന്ദ്ര, നീ എവിടെ പോകുന്നടി? നീ അകത്തേക്കല്ല പോകേണ്ടത്, പുറത്തേക്ക്. നിനക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല, പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോഴേക്കും സച്ചി പറയാണ്, അതെന്തൊരു ന്യായമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രേവതി കുറ്റം ചെയ്തിട്ടില്ല, രേവതി അനിയനാ കുറ്റം ചെയ്തത്. രേവതി ഇവിടുന്ന് പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നീ മിണ്ടാതിരിക്കടാ, എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കേണ്ടെന്നൊക്കെ വിചാരിക്കുന്നത് ഞാനാണ്. ഇവൾ ഇവിടെ നിന്ന് പോകണം. അപ്പോഴേക്കും രവിയും പറയാണ്, ചന്ദ്രേ എന്തിനാ ചന്ദ്രേ രേവതി എന്തിനാ പുറത്തേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ആ രേവതി അനിയൻ തെറ്റിയതിന് ഇവൾക്ക് വല്ല കാര്യങ്ങളും അറിയാമായിരുന്നോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ അവള് പുറത്തു വന്നത്? എന്തായാലും രവിയേട്ടാ ഇവള് പുറത്തു പോകണം. അപ്പോഴേക്കും സച്ചിൻ പറയണം, ഇല്ല ഇവള് പുറത്തു പോകില്ല. ശരി ആയിക്കോട്ടെ, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും. നിങ്ങളാരും ഇവളിറക്കി വിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമോളിലോട്ട് കയറി പോവാണ്. ചന്ദ്രയുടെ പിന്നാലെ ശ്രുതിയും ഒക്കെ പോവുകയാണ്. അമ്മ എങ്ങോട്ട് പോകുന്നു ആൻറ്റി, എങ്ങോട്ട് പോകുന്നു ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സെല്ലാം ബേക്കിയാണ്. ആൻറ്റി അമ്മ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനേ ഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവിടെയാ താമസിക്കാൻ പോകുന്നത്. അമ്മ എന്തിനാ ഇറങ്ങി പോകുന്നത്? രേവതിയല്ലേ ഇറങ്ങി പോകേണ്ടത്. അവള് പറഞ്ഞ കേൾക്കില്ലല്ലോ, അവളെല്ലാവരും കൂടി ഇവിടെ പിടിച്ച് നിർത്തിക്കോ, പക്ഷേ അവളുള്ളടത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര പെട്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും രേവതി പറയണം, അമ്മ പോകല്ലേ, സച്ചേട്ടതേ അമ്മ പോകുന്നു, അച്ഛതേ അമ്മ പോകുന്നു, പിടിച്ച് നിർത്ത്. എനിക്ക് അവളെ പിടിച്ച് നിർത്താനായിട്ട് കഴിയില്ല, കാരണം കൊച്ചു കുട്ടിയാണെങ്കിൽ അടിയും കൊടുത്തിട്ട് ഇവിടെ നിർത്താം. പക്ഷേ ഇത്രയും പ്രായം ഒരാളെ എങ്ങനെ മനസ്സിലാപ്പിക്കാനാണെന്നൊക്കെ പറയാണ്. രവിയേട്ടാ ഞാൻ പോവാണ്, നിങ്ങൾക്കെല്ലാം ഞാൻ 10-30 വർഷമായി നിങ്ങളോടൊപ്പം ജീവിക്കുന്നു, പക്ഷേ എന്നെക്കാലം വലുതല്ലേ നിങ്ങൾക്ക് ഇവള്, അതുകൊണ്ട് നിങ്ങൾ ഇവളോടൊപ്പം കഴിഞ്ഞോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇറങ്ങി പോവാണ്. രേവതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക, താൻ കാരണമാണല്ലേ കുടുംബത്തിൽ ഇത്രയും തകർച്ച ഉണ്ടാകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ചന്ദ്രൻ നേരെ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുക. ഭാമ ഇപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാം. ഇതെന്താ ചന്ദ്രൻ, നീ എന്താ പെട്ടിയൊക്കെ ആയിട്ട് നീ എവിടെ പോകുന്നു? ഞാൻ ഇവിടെ താമസിക്കാനാണ് വന്നത്, ഞാൻ ആ വീട് വിട്ട് ഇറങ്ങി. അത് കൊള്ളാം, അപ്പൊ രേവതിയല്ലേ ആ വീട് വിട്ട് ഇറങ്ങേണ്ടത്, അതിന് വരെ നീ വീട് വിട്ട് ഇറങ്ങിയോ? അവള് പറഞ്ഞ കേൾക്കില്ലല്ലോ, അവൾക്ക് സപ്പോർട്ടായിട്ടല്ലേ എല്ലാവരും നിൽക്കുന്നത്, അതുകൊണ്ട് അവളുള്ള വീട്ടിൽ ഞാനിനി താമസിക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ചന്ദ്ര, രേവതിയും സച്ചിയും എന്ത് തെറ്റ് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട്? രേവതി അനിയനല്ലേ തെറ്റ് ചെയ്തത്, ആ ഒരു കാര്യം രേവതിക്ക് അറിയാനും കൂടി പാടില്ല. അവൾ ഇതിന് നിരപരാധിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, രവിയേട്ടനെ പോലെ നീയും എന്നോട് സംസാരിക്കാൻ നിൽക്കരുത് മാമേ, എനിക്കിനി അവിടെ പോകാനായിട്ട് സാധിക്കില്ല. അവളെപ്പം ഇറങ്ങുന്നോ അപ്പോഴേ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുള്ളൂ, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ചന്ദ്ര എന്ന് പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.